ആൾക്കാർ കണ്ട് രണ്ടുപേര് കണ്ട് സ്ഥിരീകരിച്ചെന്നാ പറഞ്ഞു. ഇപ്പൊ അവരെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് തെളിവ് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അവര് വന്നാലേ അങ്ങനെ പറയില്ലേ. അവരിവിടെ വരണമെന്ന് പറയുന്നത് അവരിവിടെ വരണോ? അവർ ഈ രാത്രി അവർ അങ്ങനല്ല. ഇത്രയും വീതി പട്ടിയുടെ കാല് വരത്തില്ല. രണ്ടുപേരും ഇവിടെ വെച്ചാ കാണുന്നത്. രണ്ട് സാക്ഷികൾ. നിങ്ങൾ അവരെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതിന്റെ ന്യായോ? അവരെ കൊണ്ടുവരുന്നത് മാത്രമല്ല, ഈ കാണുന്നത് പുലിയുടെ കാൽപ്പാടല്ല. ഈ കാണുന്നത് പുലിയുടെ കോട്ടയത്ത് പലരും പൊടിപ്പിള്ളേർ വരെ കിടപ്പുണ്ട്. കൊച്ചുപിള്ളേർ വരെ. ഈ കാണുന്നത് പുലിയുടെ കാൽപ്പാടല്ല. നിങ്ങൾ അങ്ങനെ പറയും. 2 ദിവസം കൊണ്ട് ഇവിടെ പലയിടത്തും വിളക്കുവാറ ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് കണ്ടത്. ഈ ഓയിൽ ഫാം ഓഡിറ്റോറിയത്തിന് തൊട്ട് താഴെ വെച്ച് റോഡ് സൈഡിൽ കൂടെ നടന്നു വരുന്നത് കണ്ടു. തൊട്ടടുത്ത് വന്നപ്പോഴേ പുലിയാണെന്ന് മനസ്സിലായത്. ഞാൻ അപ്പോഴേ സത്യത്തിൽ നമുക്ക് മനസ്സിനകത്ത് ഉൾക്കടലും ഉണ്ടായി. നമ്മളൊരു പെട്ടെന്നൊരു പേടി തോന്നും ഇതിനെ തൊട്ടടുത്ത് ഇങ്ങനെ കാണുമ്പം. പുലിയുടെ അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. പട്ടിയുടെ അവര് പുള്ളി ഇത് പട്ടിയുടെ കാൽപ്പാടാണ്, പുലിയുടെ അല്ല. ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ കയറില്ല. ഇവിടുന്ന് വന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിറങ്ങി ഈ ഗേറ്റിന്റെ തൊട്ടപ്പുറത്തുനിന്ന് പട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. പട്ടി വരുന്ന ഞാനങ്ങനെ ഇത് ഇവിടെ വേറെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ ഫാമിൽ നിന്ന് വരാൻ സമയത്ത് എനിക്കൊരു പേടിയാണ്. ഞാൻ മോന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ലൈനിൽ നിന്നോ, നീ എനിക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പേടിയാണ്, മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് നീ ഫോൺ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഹെൽമെറ്റിന്റെ കീഴിൽ ഫോണും വെച്ചിട്ട് ഞാൻ ഇവന്റെ അടുത്ത് സംസാരിക്കുന്നതാണ് ആ ഒരു ശ്രദ്ധയിലായിപ്പോയി. കാരണം പുലി എന്നുള്ള ആ ഒരു ഓർമ്മയില്ല. ഞാനിവിടെ വന്നിറങ്ങി ആ പട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഗേറ്റിന്റെ ഈ പോസ്റ്റിന്റെ തൊട്ടപ്പുറത്തുനിന്ന് എന്താ എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്റെ വണ്ടിയുടെ മുമ്പിൽ എടുത്തങ്ങ് ചാടിയതിന്റെ രൂപം മനസ്സിലില്ല. രൂപമുണ്ട്, പുലി തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. എങ്ങനെ രൂപം? അതെ, നിങ്ങൾ അത് എന്നെപ്പോലെ ഒരു അവസ്ഥയിലെ അനുഭവത്തിൽ നിങ്ങൾ ആയിരുന്നെങ്കിൽ ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കത്തില്ല. മനസ്സിലായില്ലേ? കാരണം ഞാൻ അതേ അവസ്ഥയിൽ ഞാൻ അപ്പോഴും ഇവിടെ നിന്നിട്ട് ഞാനപ്പോഴ് ഇത് വന്നിട്ട് തിരിഞ്ഞ് എന്റെ ബൈക്കിലോട്ട് തിരിച്ച് നോക്കിയിട്ട് ആ പട്ടി അങ്ങോട്ട് ചാടി കയറിയപ്പോൾ പട്ടിയുടെ ബാക്കിൽ അങ്ങ് തിരിച്ചതങ്ങ് കയറി. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അവര് വന്നിട്ട് സംസാരിച്ചാൽ മതി. ഇവിടെ ഒരു നഗരത്തിന്റെ അടയാളം മേടിച്ചവന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഈ ഭാഗം നടന്നത് ഒരു മൂക്കിന്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. അതുപോലെ ഈ വലുപ്പമല്ല ഉണ്ടാകുക. പുലിയുടെ കാൽപ്പാടിന് ഈ വലുപ്പമല്ല ഉണ്ടാകുക. നല്ല വളവിന്റെ അവിടെ വന്നപ്പോ എന്തോ നടന്നു വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കാണും. ഇവിടുന്ന് അങ്ങോട്ട് ഈ സൈഡിൽ കൂടെ നടന്നു വരുവായിരുന്നു. റോഡ് സൈഡിൽ ജോലി ചെയ്യുന്ന സ്ഥലമല്ലോ. പുള്ളി വല്ലതായി നിൽക്കുക. ഇത് പട്ടിയുടെ ഇതിന്റെയും വരാം. ഇത് പട്ടിയുടെ വരത്തില്ല. ഏതാ ഇത് പട്ടിയുടെ വരത്തില്ല ഒരിക്കലും. വരച്ചു കാണിച്ച അടയാളമാണ്. വരച്ചു കാണിച്ച അടയാളമല്ല. ഇതിന്റെ അടിഭാഗം നോക്കുന്നത്. അതിന്റെ അടിഭാഗം നോക്കുന്നത് ചുമ്മാ വാദിക്കുന്നു. പുലിയെ കണ്ട എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ജനിച്ചു വളർന്നത് അച്ചൻകോല്ല ജനിച്ചു വളർന്നത്. അവിടെ കിടന്ന് വളർന്നൊരു മനുഷ്യനാണ് ഞാൻ. പല പ്രാവശ്യം ഞങ്ങൾ ഈ പുനലൂർ വന്നിട്ട് രാത്രികളിലൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് പല പ്രാവശ്യം കാട്ടിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുലി ഏതാ വള്ളിപ്പൂച്ചയാന്നൊക്കെ പലരും ഇന്നലെ ഇവിടെ ഒരു ഒരു അമ്മ പറഞ്ഞു പുലിയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരും സത്യത്തിൽ വിശ്വസിച്ചില്ല. പലരും പറഞ്ഞത് വള്ളിപ്പൂച്ചയാന്ന്. വള്ളിപ്പൂച്ചയും പുലിയെയും കണ്ട എനിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഞാൻ കണ്ടത് കൃത്യമായിട്ട് ഒരു പുലിയെ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ. നല്ല കൊഴുത്ത് ഉരുണ്ടൊരു പുലിയെ തന്നെ കണ്ടത്. പറഞ്ഞാൽ ഈ രാത്രി കാട്ടിലൊക്കെ ഇറങ്ങി ജോലിക്ക് പോകുന്നതാണ്. ഞാനിപ്പോ ഞങ്ങൾ ഇവിടെ എല്ലാം പരിശോധിച്ചു. പുലിയുടെ എന്ന് പറയുന്ന ഒരു കാൽപ്പാടില്ല, പട്ടിയുടേതാണ് കാണുന്നത്. പിന്നെ ജനങ്ങളുടെ ഭീതി ആയതുകൊണ്ട് നമ്മൾ ക്യാമറ വെച്ച് ക്യാമറ ട്രാപ്പ് വയ്ക്കാനുള്ള എല്ലാം ചെയ്യാം കേട്ടോ. മേലുദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് ചെയ്യാം. ജനങ്ങൾ അങ്ങനെ പാനിക്കേണ്ട കാര്യമില്ല. കാരണം ഇല്ല. അങ്ങനെയല്ല സാറേ, 2 ദിവസമായിട്ട് അതിന്റെ സാന്നിധ്യം ആളുകൾ പറയുന്നത് ആളുകൾക്ക് വലിയ പേടിയാണ്. ഒന്ന് പരിശോധിച്ചിട്ട് പോയതാണ്. അന്നേരം നമുക്ക് ഈ കാൽപ്പാടൊന്നും കിട്ടിയില്ല. നിങ്ങൾ പറയുന്ന ഒരു പൂർണ്ണ വിശ്വാസത്തിന് എടുത്തോണ്ട് ആളുകൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കണ്ടേ? നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്. സാറിനടുത്ത് നിൽക്കുന്ന ഈ ആളുകളെല്ലാം ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്നിട്ട് എല്ലാം പരിശോധിച്ച് പുള്ളി വരുത്തി പരിശോധിച്ചതും എല്ലാം. അടിയന്തരമായ എന്തെങ്കിലും നടപടി ഉണ്ടാവണം. മേലുദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ചതിന് ശേഷം അടിയന്തരമായി ഒരാള് സംശയം പറഞ്ഞപ്പം രണ്ടാമൊരാള് വരണം പറഞ്ഞു. അപ്പൊ രണ്ടാളും സംശയം പറഞ്ഞു.
അപ്പം പിന്നെ മൂന്നാൾ ഇതിനെ കണ്ട കാര്യം അവര് വന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ ആളുകൾ കാണുകയും പല പ്രാവശ്യം ഫോറസ്റ്റുകാരിവിടെ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്തതാണ്. ഇന്ന് വൈകിട്ട് ഒരു 8:30 മണിയായപ്പോൾ ഇതുവഴി പോയ ഒരു ഓട്ടോയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പുലി ചാടിപ്പോകുന്ന പുള്ളി നേരിട്ട് കണ്ട് പുള്ളി അച്ചൻകോവിൽ താമസിക്കുന്ന വനവുമായി ബന്ധപ്പെട്ട് വനത്തിൻ്റെ അടുത്ത് താമസിച്ച് അത്യാവശ്യം ഈ മൃഗങ്ങളെയൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹം അതിനെ നേരിട്ട് കണ്ടുവെന്ന് ഉറപ്പായി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാം നടത്തുന്ന ഒരാൾ പത്തരിയിലുള്ള അദ്ദേഹം ഇതിനെ നേരിട്ട് കണ്ടതാണ്. അതുപോലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജനങ്ങളുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ തോതിലുള്ള കാട് പിടിച്ച് ഒരു തരത്തിലും വലിയ തോതിൽ മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ അതിനകത്ത് കാട് കയറി കിടക്കുകയാണ്. അത് വെട്ടിമാറ്റാനുള്ള നടപടി അടിയന്തരമായി ഉണ്ടാകണം. റോഡുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്ന, അതിനോടൊക്കെ ചേർന്ന് വീടുകളുള്ളതാണ്. അതിനൊന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോഴും ആളുകളുടെ ഭയം അകറ്റത്തക്ക രീതിയിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെ വലിയ കാറ്റടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും റോഡിലെ മരം വെട്ടിമാറ്റാനൊക്കെ പറയുമ്പോൾ ഇവർ പലപ്പോഴും പറയുന്നത് നിങ്ങൾ ആളുകളെ കൂട്ടി ചെയ്യാനാണ്. ഫോറസ്റ്റിന് ഇത്രയും വലിയ സംവിധാനമുള്ള ഫോറസ്റ്റിന് ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളിടത്ത് പോലും അവർ ആളുകൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടല്ല പലപ്പോഴും എടുക്കുന്നത്. അവർ പറയുന്ന ഒരു നിയമമാണ് പറയുന്നത്, ഞങ്ങൾ നിയമം നടപ്പിലാക്കാൻ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലും ജനങ്ങളോട് ചേർന്ന് നിന്നുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നില്ല. ാണ് ആ ഭാഗത്താണോ ഈ ഭാഗത്താണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനപ്പുറം പലപ്പോഴും പറയുന്നത് നിങ്ങൾ എവിടെയാണ് ലൊക്കേഷനൊക്കെ എടുത്തിട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഈ പുലിയെ കാണുന്ന സ്ഥലത്ത് വന്ന് ലൊക്കേഷൻ എടുക്കാൻ ജീവന് ഭയമുള്ള ഒരാളിന് വന്ന് സാധിക്കുന്ന കാര്യമാണോ? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ. ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞ് കൃത്യമായി എന്നോട് വിളിച്ചപ്പം പറഞ്ഞ് നിങ്ങൾ വരുമ്പം ഭാരതീപുരത്ത് ഉണ്ടാവും, ഭാരതീപുരത്ത് വന്നിട്ട് ഞാനും കൂടെ വരാം, സ്ഥലത്ത് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ കണ്ട ആളിനോട് ഞാനിത് ആളിൻ്റെ നമ്പർ ഇവരുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അവർ വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞത് നിങ്ങൾ അവിടെ പോയി ലൊക്കേഷൻ ഇട്ട് തരാനാണ് പറയുന്നത്. ലൊക്കേഷൻ ഇട്ടാൽ പുലി ഇറങ്ങി അല്ലെങ്കിൽ പുലിയെ കണ്ട ഒരാൾ അയാൾ ഭയന്ന് നാളെ മിക്കവാറും അദ്ദേഹം ഹോസ്പിറ്റലാവാനാണ് സാധ്യതയുള്ളൂ. അത്ര മേള അദ്ദേഹം ഭയന്ന് നേരിട്ട് കണ്ട് ബൈക്കിലിരുന്ന ആൾ കിടുകിട്ട വിറച്ചിട്ട അപ്പുറത്ത് നിന്ന് ആളുകൾ കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ മെമ്പർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നേരിട്ടുണ്ട്. അപ്പം വനംവകുപ്പോട് ഈ കാര്യം സംസാരിച്ചിട്ട് എന്താണ് അവർ ഫൈനലായിട്ടുള്ള തീരുമാനം അവർ പറയുന്നത്? അവരിവിടെ ക്യാമറ വെക്കാം, മറ്റു കാര്യങ്ങൾ മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടാണ് അവർ പോകുന്നത്. ഇവിടെ ഉൾഫാമിനകത്തായതുകൊണ്ട് ഒരു ഭയത്തിനുള്ളൊരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതിന് തൊട്ടടുത്ത് ക്വാർട്ടേഴ്സുകൾ കിടക്കുകയാണ്. ഇവിടെ കുട്ടികളടക്കം ക്വാർട്ടേഴ്സിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ മക്കളും അതുപോലെ തന്നെ അവർ വളർത്തുന്ന മൃഗങ്ങളും പശുക്കളും ആടുകളും ഒക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ഭീതിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കൂട് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ക്യാമറ വെച്ച് ഇതിനെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണം.